ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈതുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അപിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടകോപനിഷത്തിലെ എല്ലാവർക്കും നമസ്കാരം. മുണ്ടകോപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ 13-ാമത്തെ മന്ത്രം. തസ്മൈ സവിദ്വാനുപസന്നായ സമ്യക് പ്രശാന്തചിത്തായ ശമാന്വിതായ യേനാക്ഷരം പുരുഷം വേദസത്യം പ്രോവാചതാം തത്വതോ ബ്രഹ്മവിദ്യാം. സവിദ്വാൻ, ആ വിദ്വാൻ, സമ്യക്, വേണ്ട വിധത്തിൽ ശാസ്ത്രം അനുസരിച്ച്, ഉപസന്നായ, തൻ്റെ അടുക്കൽ വന്നു ചേർന്ന, പ്രശാന്തചിത്തായ, പ്രശാന്തമായ ചിത്തത്തോടു കൂടിയവനും, ശാന്തമായ മനസ്സോടു കൂടിയവനും, ദർപ്പാദിദോഷങ്ങൾ അടങ്ങിയിട്ടുള്ളവനുമായ തസ്മൈ, അവന്, ആ ശിഷ്യന്, യേന, യാതൊന്നുകൊണ്ട്, യാതൊരു വിജ്ഞാനം കൊണ്ട്, അക്ഷരം, ക്ഷതമോ ക്ഷയമോ ഇല്ലാത്തവനും, സത്യം, സത്യനും പരമാർത്ഥ സ്വരൂപനുമായ പുരുഷം, പുരുഷനെ വേദ അറിയുന്നവോ, താം ബ്രഹ്മവിദ്യാം, ആ ബ്രഹ്മവിദ്യയെ, തത്വത, ഉള്ളതുപോലെ, ശരിയായി, നേരായി, പ്രോവാച, പറഞ്ഞു കൊടുക്കണം. ബ്രഹ്മവിത്തായ ആ ഗുരു, നമ്മൾ ഏതു ഗുരുവിനെ സമീപിക്കണം എന്നാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്ന, വേദങ്ങളെല്ലാം പഠിച്ച് അവയുടെ അർത്ഥം ഗ്രഹിച്ചിട്ടുള്ള, ബ്രഹ്മത്തിൽ നിഷ്ഠയോടുകൂടി ബ്രഹ്മജ്ഞാനമുള്ള ഒരു ഗുരുവിനെ പ്രാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബ്രഹ്മവിത്തായ ആ ഗുരു എന്തു ചെയ്യണം എന്നാണ് പറയുന്നത്. ശാസ്ത്രവിധി അനുസരിച്ച് തൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ദർപ്പാദിദോഷരഹിതനും ബാഹേന്ദ്രിയ ശമം ഉള്ളവനുമായ, ചുരുക്കത്തിൽ എല്ലാവിധത്തിലും വിദഗ്ധനായ ശിഷ്യന്, മുമ്പ് പറഞ്ഞ അദ്രേശ്യത്വം മുതലായ വിശേഷണങ്ങളോട് കൂടിയതും, പൂർണ്ണനായതുകൊണ്ടും പുരത്തിൽ ശയിക്കുന്നതുകൊണ്ടും പുരുഷനെന്നും പരമാർത്ഥ സ്വഭാവമുള്ളതുകൊണ്ടും ഉള്ള സത്യമെന്നും ക്ഷതവും ക്ഷയവുമില്ലാത്തതുകൊണ്ട് അക്ഷരമെന്നും പറയപ്പെടുന്ന ചൈതന്യത്തെ അറിയുന്നതിനുള്ള വഴിയായ ആ ബ്രഹ്മവിദ്യയെ ഉള്ളതുപോലെ, നിയമപ്രകാരം, യഥാവിധി, ശരിയായി, നേർവഴിയായി പറഞ്ഞു കൊടുക്കണം. ന്യായമനുസരിച്ച് തൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യനെ അവിദ്യാ മഹോദധിയിൽ നിന്ന് കരകയറ്റി വിടണം എന്നുള്ള നിയമത്തെ ആചാര്യനും അനുസരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നു കഴിഞ്ഞാൽ ആ ശിഷ്യൻ്റെ സ്വഭാവം എന്താണ് എന്നിവിടെ പറഞ്ഞു. ദർപ്പാദിദോഷരഹിതനും ബാഹ്യേന്ദ്രിയ ശമം ഉള്ളവനും, ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിനെയെല്ലാം അടക്കിയവനും, എല്ലാത്തിലും വിദഗ്ധനുമായ ആ ശിഷ്യന് എന്താണ് വേണ്ടത് എന്ന് അറിഞ്ഞ്, പുരുഷാർത്ഥം എന്താണെന്ന് അറിയുന്ന, പരമാർത്ഥം എന്താണ്, പുരുഷാർത്ഥം എന്താണ്, ബ്രഹ്മം എന്താണ് എല്ലാം അറിയുന്ന ആ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഗുരു, തൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ശിഷ്യന് ബ്രഹ്മവിദ്യയെ യഥാവിധി, ശരിയായ വഴി, ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. അതിനെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ന്യായമനുസരിച്ച് തൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യന് എന്താണ് വേണ്ടത്? അവിദ്യയാകുന്ന, അജ്ഞാനമാകുന്ന ഈ കടലിൽ നിന്നും, സാഗരത്തിൽ നിന്നും, മഹോദധിയിൽ നിന്നും കരകയറണം. അങ്ങനെ കരകയറണം എന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, ഏതിനെക്കുറിച്ചുള്ള അറിവാണ് കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച്, അങ്ങനെയുള്ള അറിവ് പരമജ്ഞാനിയായിരിക്കുന്ന, എല്ലാ ശാസ്ത്രത്തെയും കുറിച്ചറിയുന്ന, വേദങ്ങളെക്കുറിച്ചറിയുന്ന, ബ്രഹ്മജ്ഞാനമുള്ള ആ ഗുരു തൻ്റെ ശിഷ്യന് എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് അത് യഥാവിധി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്
ഗുരുവിൻ്റെ കടമയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ബ്രഹ്മജ്ഞാനിയായ ഗുരു, വേദത്തെക്കുറിച്ചറിയുന്ന, വേദത്തെക്കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ അർത്ഥമറിഞ്ഞ് എല്ലാം പഠിച്ചിരിക്കുന്ന ഗുരു, ജ്ഞാനിയായിരിക്കുന്ന ഗുരു തൻ്റെ മുമ്പിൽ ജ്ഞാനം ആഗ്രഹിച്ചു വരുന്ന ശിഷ്യന് യഥാവിധി ജ്ഞാനം പകർന്നു കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.